നന്മയുള്ള പ്രവൃത്തികൾക്ക് തുടർച്ചയുണ്ടാകണം. അതിലെ കണ്ണിയാവാൻ ശിവതയും എത്തി. പിന്നെയും 20ഓളം പേർ. ക്യാൻസർ ബോധവൽക്കരണ മാസം കൂടിയായ ഫെബ്രുവരിയിൽ തുടർച്ചയുണ്ടാകേണ്ട പ്രവൃത്തി ഇതും കൂടിയാണ്. എൻ്റെ ചുറ്റിലും തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കീമോ കഴിഞ്ഞ് ഹെയറൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മളാ ചെയ്യുന്നൊരു സഹായം അത്രയും മനസ്സിൽ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത് കണ്ട് ഒരുപാട് പേര് മുൻപോട്ട് വന്ന് ഇതുപോലെ ഹെയറൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും സന്തോഷമായിരിക്കും എനിക്ക്. കഠിനകാലം കടന്നു കയറുന്നതിനിടയിൽ സാന്ത്വനമായേക്കാം പലർക്കും. ആത്മവിശ്വാസം പകർന്നേക്കും, ഊർജം നൽകിയേക്കാം. ശിവത പറയുന്നു, ജീവിതത്തിന് കൂടുതൽ സൗന്ദര്യം കൈവന്ന പോലെ മുൻപില്ലാത്ത വിധം സന്തോഷം തോന്നുന്നു. ഒരുപാട് പേരിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു സ്മൈൽ കൊണ്ടുവരാൻ പറ്റുക, അവരൊരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക, അവരൊരു സെൽഫ് എസ്റ്റീമിന് ഒരു ബൂസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആലുവ രാജഗിരി ക്യാൻസർ സെന്ററിലെത്തിയാണ് നടി മുടി മുറിച്ച് നൽകിയത്. ശിവതയെ പിന്തുണച്ച് 20ഓളം ആശുപത്രി ജീവനക്കാരും കേശദാനം നടത്തി. 25 സെന്റിമീറ്റർ നീളം വരുന്ന മുടിയാണ് ഓരോരുത്തരും വിഗ് നിർമ്മിക്കാനായി നൽകിയത്. ശേഖരിച്ച തലമുടി വിഗ് നിർമ്മാണത്തിനായി കൊച്ചിൻ ക്യാൻസർ സെന്ററിന് കൈമാറും. ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയിൽ അല്പം സന്തോഷമാകാം. ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.